नमस्ते। हिंदी के ऑनलाइन कक्षा की ओर स्वागत। पिछले दिन हमने बीरबहुटी नामक पाठ का एक भाग पढ़ा और उनमें से कुछ प्रश्न भी हमने समझ लिया है। मैं കഴിഞ്ഞ ദിവസം ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. വീട്ടിൽ നന്നായി ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു. ദെൻ അതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ വലിയ ചാപ്റ്ററാണ് ബീർബഹൂട്ടി. നമ്മൾ പറഞ്ഞു ബീർബഹൂട്ടിയിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? മിത്രതയെ സംബന്ധിച്ചാണ് പറയുന്നത്. ബീർബഹൂട്ടി ഏക്ക് ഛോട്ട ജീവ അല്ലേ. ബീർബഹൂട്ടി എന്നത് ഒരു ചെറിയ ജീവിയാണ് എന്ന് പഠിച്ചു. ഈ ബീർബഹൂട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന സൗഹൃദത്തിൻ്റെ ഒരു കഥയാണ് ബീർബഹൂട്ടി എന്നുകൂടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ വരെയാണ് കഥയിൽ എത്തിയിരുന്നത്? ഇതിലെ പ്രധാനമായ 2 കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ആരെല്ലാമായിരുന്നു അവര്? യെസ്, ആരൊക്കെയായിരുന്നു? ബേല ഔർ സാഹിൽ അല്ലെ. ബേലയും സാഹിലും ആയിരുന്നു. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ബീർബഹൂട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരെവിടെ പോയതായിട്ടാണ് പറഞ്ഞത്? ദുകാൻ മീൻ അല്ലെ, കടയില്. എവിടെയായിരുന്നു? ഫുലേര നാമക് ജംഗ്ഷനിൽ അല്ലെ. ഫുലേര എന്നു പേരായ ജംഗ്ഷന്റെ ഒരു ദൃശ്യാവിഷ്കാരം ആര് നടത്തിയിട്ടുണ്ട്? ലേഖകൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ കടയിലേക്ക്, ആ ഫുലേര ജംഗ്ഷനിലെ കടയിലേക്കാണ് ആരെല്ലാം പോയിരുന്നത്? ബേലയും സാഹിലും. രണ്ടുപേരും കൂടി ആരുടെ പേനയിലാണ് മഷി നിറയ്ക്കാൻ പോയിരുന്നത്? യെസ്, സാഹിലിന്റെ പേനയിലാണ് മഷി നിറയ്ക്കാൻ വേണ്ടി പോയത്. സ്കൂളിൽ ബെല്ലടിക്കാറായ സമയത്താണ് ആർക്ക് ഓർമ്മ? സാഹിലിന് പേനയിൽ മഷി തീർന്നു പോയല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. ഉടനെ അവൻ ബെല്ലയോട് പറഞ്ഞു, അയ്യോ ബെല്ലടിച്ചോ, എന്നാൽ എൻ്റെ പേനയിൽ മഷിയില്ല, നമുക്ക് എവിടേക്ക് പോകണം? കടയിൽ നിന്ന് മഷി നിറയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞു. അത്രയും വരെയാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന പേനയിൽ മഷി നിറയ്ക്കുന്നത് എങ്ങനെയാണ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പേനയുടെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. देखो, पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भरवा. साहिल से पहले ही बेला ने दुकान वाले से कहा, बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. बेला बोली. ഇവരെ നോക്കിക്കോളൂ. ഫസ്റ്റ് പാരഗ്രാഫ്. ഇവർ രണ്ടുപേരും കൂടി, 2 കുട്ടികളായിരുന്നു. ആരൊക്കെയാണ്? ബേല ഔർ സാഹിൽ അല്ലെ. രണ്ടുപേരും കൂടി കടയിൽ ചെന്നിട്ട് നേരെ കടയിലേക്ക് പോവാം. പെൻമേം കുച്ച് സ്യാഹി ബച്ചീതി. പെൻമേം ആരുടെ പേനയിലാണ്? സാഹിൽക്ക് പെൻമേം, സാഹിലിന്റെ പേനയില് കുച്ച് സ്യാഹി ബച്ചീതി, കുറച്ച് മഷി അവശേഷിക്കുന്നു. കുറച്ചുണ്ടെങ്കിലും കുറച്ചൊക്കെ എഴുതാം. കുറച്ച് മഷി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് എഴുതാമായിരുന്നു. പക്ഷെ കുറച്ച് എഴുതി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? പേനയുടെ മഷി തീരും. അതുകൊണ്ടാണ് സാഹിൽ എന്ത് ചെയ്യാൻ നടന്നത്? പുതിയ മഷി നിറയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നത്. കുച്ച് സ്യാഹി ബച്ചീതി, സാഹിലിന്റെ പേനയില് കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. उसे साहिल ने जमीन पर छिड़क दिया. അത് ഉസേ, ആ മഷി സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പാർ ചിടാക്ക് ദിയ, ഭൂമി തറയിലേക്ക് അങ്ങനെ കടഞ്ഞു കളഞ്ഞു എന്ന് വെച്ചാൽ ചിടാക്കിന മീൻ ടു സ്പിൽ ഇറ്റ്, അതിങ്ങനെ കുടഞ്ഞു കളഞ്ഞു. നമ്മൾ പറയും കുപ്പിയിൽ വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിൽ, ബോട്ടിലൊക്കെ വെള്ളം എടുക്കാൻ പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്? അതങ്ങ് കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുക്കും അല്ലേ. അതുപോലെ സാഹിലിന്റെ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ആ മഷി സാഹിൽ എന്ത് ചെയ്തു? ടു സ്പിൽ ഇറ്റ്, അതിങ്ങനെ കടഞ്ഞു കളഞ്ഞു. എന്നിട്ട് നേരെ കടയിലേക്ക് പോയി. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി, നൈ സ്യാഹി പുതിയ മഷി, ഭർവാനെ കെ ലിയെ ഫിൽ കർനെ കെ ലിയെ നിറയ്ക്കുന്നതിന് വേണ്ടി ദോനോ ദുകാൻ പർ പഹുഞ്ചെ, രണ്ടുപേരും കൂടി എവിടേക്ക് എത്തി? കടയിലേക്ക് എത്തി. ദുകാൻ പർ പഹുഞ്ചെ, എന്താ പഹുഞ്ചിന? ടു റീച്ച് അല്ലെ. രണ്ടുപേരും കൂടി കടയിലേക്ക്, ഷോപ്പിലേക്ക്, ദുകാൻ മീൻസ് ഷോപ്പ്, കടയിലേക്ക് എത്തിച്ചേർന്നു. കോൺ ആരൊക്കെയായിരുന്നു അത്? ബേല ഔർ സാഹിൽ. എന്താ പറഞ്ഞത്? സാഹിലിന്റെ പേനയില് മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി എവിടേക്ക് പോവുകയാണ്? കടയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സാഹിലിന്റെ പേനയില് കുറച്ച് മഷി ഉണ്ടായിരുന്നു. ആ മഷി സാഹിൽ എന്ത് ചെയ്തു? പുതിയത് നിറയ്ക്കാൻ വേണ്ടി അതങ്ങനെ തറയിൽ കുടഞ്ഞു കളഞ്ഞു. എന്നിട്ടാണ് എവിടേക്ക് പോയത്? കടയിലേക്ക് പോയത്. एक पेन स्याही भर दो.
साहिल से पहले ही बेला ने दुकान वाले से कहा. കടയിൽ ചെന്നിട്ട് സാഹിൽ പറയുന്നതിന് മുൻപേ, ആക്ച്വലി ആരുടെ പേനയിലാണ് മഷി തീർന്നിട്ടുള്ളത്? സാഹിലിന്റെ പേനയിലാണ്. പക്ഷെ സാഹില് കടയിൽ ചെന്ന് മഷി ചോദിക്കുന്നതിന് മുൻപേ ആര് ചോദിച്ചു? ബേല ചോദിക്കുകയാണ്. ഏക് പെൻ സ്യാഹി ഭർ ദോ, ദേ ഒരു പേന മഷി നിറച്ചെന്നേ. സാഹിൽ സേ പഹലേ ഹി, സാഹിലിനേക്കാൾ മുൻപേ തന്നെ, പഹലെ മീൻസ് ബിഫോർ, മുൻപേ തന്നെ, ബെലാനെ ദുകാൻ വാലെ സേ കഹ, ബെല ആരോട് പറഞ്ഞു? കടക്കാരനോട് പറഞ്ഞു. ആരാ? ദുകാൻ വാല, ഷോപ്പ് കീപ്പർ അല്ലെ, ആ കടക്കാരനോട് പറഞ്ഞു. എന്തായിരിക്കും കാരണം? രണ്ടുപേരും അത്ര സൗഹൃദം. ശരിക്കും ആർക്കാണ് മഷി വേണ്ടത്? സാഹിലിനാണ്. എന്നാൽ ആരാണ് മഷി ചെന്ന് കടയിൽ ചെന്ന് ചോദിക്കുന്നത്? ബേലയാണ്. അപ്പൊ ബേല കടയിലേക്ക് ചെന്നപ്പോ തന്നെ നേരെ ചെന്നിട്ട് പറഞ്ഞു, ദേ ഒരു പേന മഷി തന്നെ എന്ന് കടക്കാരനോട് അധികാരത്തിൽ പറയുകയാണ്. അത് ആരുടെ മുന്നേ? സാഹിൽ ചോദിക്കുന്നതിന് മുൻപേ തന്നെ. ബേട്ടാ സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹൈ, അബ് തോ കൽ ഹി മിൽ പായേഗി. ഉടനെ ദുകാൻദാർ എന്ത് പറഞ്ഞു? കടക്കാരൻ പറയാണ്, ബേട്ടാ യോ കുട്ടികളെ, സ്യാഹി കി ബോത്തൽ, മഷിക്കുപ്പി എന്ന് വെച്ചാൽ മഷി കുട്ടികൾക്കൊക്കെ 5 പൈസക്ക് നിറച്ചു കൊടുക്കുന്നതിന് വേണ്ടി കടക്കാരൻ എന്ത് ചെയ്യും? ഒരു വലിയ ബോട്ടിൽ മഷി അവിടെ കൊണ്ടുവന്ന് വെക്കും. സ്യാഹി കി ബോത്തൽ, ആ മഷിക്കുപ്പി, ആ ബോട്ടില് അഭി അഭി ഖാലി ഹോ ഗയി ഹൈ, ദേ ഇപ്പൊ തീർന്നതേയുള്ളൂ. സ്യാഹി കി ബോട്ടിൽ അഭി അഭി ഖാലി ഹോ ഗയി. അയ്യോ മക്കളെ, മഷിക്കുപ്പി ഇതേ ഇപ്പൊ തീർന്നതേയുള്ളല്ലോ, ഇനി അതിനകത്തൊരു തുള്ളി മഷി പോലും ഇല്ല. അപ്പൊ സാഹിലിന് മഷി കിട്ടുമോ? പേനയിൽ മഷി നിറയ്ക്കാൻ പറ്റില്ല എന്നറിഞ്ഞല്ലേ. അഭി അഭി ഖാലി ഹോ ഗയി ഹൈ, പഠിച്ച ഖാലി, എംപ്റ്റി അല്ലേ, അത് ശൂന്യമാണ്, അതിലിപ്പോ ഒന്നുമില്ല. അത് അയ്യോ അത് ഇപ്പൊ തീർന്നതേ ഉള്ളൂല്ലോ. ആപ്തോ കൽ ഹി മിൽ പായേഗി, ഇനി ഇന്ന് വന്നാൽ നിനക്ക് മഷി കിട്ടില്ല. എപ്പോഴേ കിട്ടുള്ളൂ? നാളെ പോന്നോളൂ, നാളെ നിനക്ക് മഷി കൊണ്ടുപോകാം. അബ് കൽ ഹി മിൽ പായേഗി, ഇനി അത് നാളെ മാത്രമേ നിങ്ങൾക്ക് മഷി ലഭിക്കുകയുള്ളൂ. ഉടനെ ബേല പറയാം, ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया. लेकिन പക്ഷേ इसने तो पेन में जो स्याही दी, അയ്യോ പക്ഷെ ഇവൻ പേനയില് ഉണ്ടായിരുന്ന മഷി ഉണ്ടല്ലോ, ഉസേ ബി ജമീൻ പർ छिड़क दिया, അത് തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞല്ലോ. പക്ഷെ ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ? സാഹില് അവന്റെ കയ്യിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് അവൻ തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ബെല ബോളി അല്ലെ. അപ്പൊ നേരത്തെ ഒരു തുള്ളി മഷി ഉണ്ടായിരുന്നു, അത് വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ഒരു ക്ലാസ്സിലെങ്കിലും അല്ലെ. പക്ഷെ അതില്ലാതെ ഇവിടെ മഷി കിട്ടുമെന്ന് കരുതിയാണല്ലോ ഇവൻ എന്ത് ചെയ്തത്? ഈ മഷി കുടഞ്ഞു കളഞ്ഞതെന്ന് ആരോട് പറയാണ്? കടക്കാരനോട്. ലേക്കിൻ ഇസ്നെ തോ, പക്ഷെ ഇവൻ പെൻമേം ജോ സ്യാഹി ദി, ഇവന്റെ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നല്ലോ, ഉസേ ബി ജമീൻ പർ छिड़क दिया, ആ മഷി എടുത്ത് തറയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ബെല ബോളി, ബെല പറഞ്ഞു. नेक्स्ट वाला देखो, बादल को देखकर घड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा. कौन से में पढ़ते हो? 5वीं में. साहिल ने इसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों दुकान वाले भैया ने कहा, हाँ दोनों, हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे खुश होकर बताया जैसे एक कोई बहुत बड़े बात दी. देखो, बादल को देखकर, മേഘത്തെ കണ്ടിട്ട് ഉടനെ ഇത് മഷി ഉണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴ് കടക്കാരൻ പറയാം, ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹീ ഡുലാനാ ചാഹിയേ. അയ്യോ മക്കളെ, മേഘത്തെ കൊണ്ട് കുടം ചിരിക്കാറുണ്ടോ? മേഘത്തെ കണ്ടിട്ട് കുടം ചിരിക്കാൻ പാടില്ല. എന്താ അങ്ങനെ പറഞ്ഞാല്? മേഘം മഴ വരുന്നുണ്ടല്ലോ എന്ന് കരുതി ആ മഴ പെയ്യുമ്പോഴ് മഴവെള്ളം കിട്ടുമെന്ന് കരുതിയിട്ട് കുടത്തിനുണ്ടായിരുന്ന വെള്ളം ചിരിച്ചു കളയരുത്. ഠുലാന ചായ, എന്താ ഠുലാന? ടു സ്പില്ല് എന്ന് പറഞ്ഞല്ലേ, അത് ഒഴിവാക്കി കളയരുത്. ബാദൽ കോ ദേഖ്കർ, ക്ലൗഡിനെ കണ്ടിട്ട്, മേഘത്തെ കണ്ടിട്ട്, ഘടേക്കോ, ഘട മീൻസ് പോട്ട് അല്ലെ, മേഘത്തെ കണ്ട കുടം ഡുലാനാ ചാഹിയേ, കുടം നെഹീ ഡുലാനാ ചാഹിയേ, കുടം ചിരിക്കാൻ പാടില്ലല്ലോ എന്നുള്ളതാ. ഒന്നിനെ കിട്ടുമെന്ന് വിചാരിച്ച് മറ്റത് നമ്മൾ ഒഴിവാക്കാൻ
പാടില്ല. പഴയ ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മുടെ കയ്യില് പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി കയ്യിലുള്ളതിനെ എന്ത് ചെയ്തു, വിട്ടു. കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ നിൽക്കരുത്. അതിന്റെ അർത്ഥം എന്താ, പറക്കുന്നത് അങ്ങോട്ട് കയ്യിലുള്ളത് ചിലപ്പോൾ പോവുകയും ചെയ്യും, പറക്കുന്നതിന് കിട്ടുകയില്ല. അതുപോലെയാണ് കയ്യിലുണ്ടായിരുന്നത് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ളത് കളയാൻ പാടുണ്ടോ മക്കളെ? ഇവിടെ വന്നിട്ട് മഷി ഇല്ല എന്നറിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മഷി ഉണ്ട് എന്നറിയായിരുന്നെങ്കിൽ അത് കുറഞ്ഞു കളയാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അത് ഉപയോഗിച്ചെങ്കിൽ എഴുതിക്കൂടായിരുന്നോ എന്നാണ് ആര് പറഞ്ഞതിന്റെ അർത്ഥം? കടക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ, മേഘത്തെ കണ്ടിട്ട്, ഘടേ കോ നഹീ ഠുലാനാ ചാഹിയേ, മേഘത്തെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ കൊടഞ്ചിരിക്കാൻ പാടില്ല. ദുകാൻ വാലേ ഭയ്യാനെ കഹാ, ആരാണ് പറഞ്ഞത്? ഷോപ്പ് കീപ്പറാ പറഞ്ഞത്. ആർ പൂച്ച, എന്നിട്ട് ഉടനെ അയാൾ ഈ കുട്ടികളോട് ചോദ്യം ചോദിച്ചു. കോൺസീമേ പഠിത്തേ ഹോ, ആട്ടെ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കോൺസീമേ പഠിത്തേ ഹോ, കോൺസീമേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് ആരായിരുന്നു? സാഹിലാണ്. ആഞ്ജവീമി സാഹിൽ ने ऐसे बुरे मन से बताया, പാഞ്ച്വീമേം പഠന പാപു, മറുപടി പറഞ്ഞത് സാഹിലായിരുന്നു. അവന്റെ മറുപടി എങ്ങനെയായിരുന്നു? ആ പാഞ്ച്വീമേ 5ാം ക്ലാസ്സിൽ അല്ലേ, എന്ന് വെച്ചാൽ അവന് ഇഷ്ടമില്ലാത്ത രീതിയിൽ, സാഹിലിനെ ബുരേ മനസ്സേ, ഇഷ്ടമില്ലാത്ത രീതിയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ജൈസേ ബുരേ മനസ്സേ ബതായ ജൈസേ പാഞ്ച്വീമേം പഠന പാപു, അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു തെറ്റാണ്, ഒരു പാപമാണ് എന്ന് പറയുന്നത് പോലെ അവനൊരു ഇഷ്ടമില്ലാത്ത രീതിയിൽ കടക്കാരനോട് പറഞ്ഞു ആ 5ാം ക്ലാസ്സിൽ എന്ന് ഒരു നെഗ്ലക്ട് ചെയ്യുന്ന, അവഗണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞു. അവന്റെ ചിന്തയിൽ അത് കേട്ടാൽ ആർക്കും തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണോ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ആരുടെ ഒരു പഠനം, ആരുടെ ഒരു ചോദ്യം വന്നിരുന്നത്, ആര് പറച്ചിൽ വന്നത്? സാഹിലിന്റെ പറച്ചിലല്ലേ. അവൻ ഇഷ്ടമില്ലാത്ത 5ാം ക്ലാസ്സിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിന്റെ പഠനം എന്ന് പറഞ്ഞാൽ മോശം എന്നതുപോലെയാ. നമ്മൾ പറയും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങളോട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ആ 8ാം ക്ലാസ്സിൽ. എന്താ കാര്യം? ട്യൂഷൻ ഉണ്ട്, സ്കൂളിൽ പോകണം. ഏത് ആളുകൾ കണ്ടാലും ഉടനെ തുടങ്ങും ഉപദേശം അല്ലേ മക്കളെ, അതെ 10ാം ക്ലാസ് ആണേ, പഠിച്ചോണേ കേട്ട് നമുക്ക് എന്തായിട്ടുണ്ടാവും, മടുപ്പ് വരും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 10ാം ക്ലാസ് എന്ന് പറയാൻ തന്നെ, ആരോടെങ്കിലും 10ാം ക്ലാസ് എന്ന് പറയാൻ തന്നെ ചിലപ്പോൾ എന്ത് വരും, ഒരു മടി വരും, ഒരു ദേഷ്യം വരും. അതുപോലെയായിരുന്നു ഇവിടെ സാഹിലിന്റെ അവസ്ഥ. സാഹിലിന് എന്താ കാരണം എന്നറിയില്ല. എന്തായാലും 5ാം ക്ലാസ് എന്ന് പറയുന്നത് അവന് ഇഷ്ടമില്ലാത്തൊരു ക്ലാസ് പോലെ, ഒരു പാപം എന്നതുപോലെയാണ് അവൻ ആരോട് പറഞ്ഞത്? കടക്കാരനോട് പറഞ്ഞത്. ആ 5ാം ക്ലാസ്സില് എന്ന് 5th സ്റ്റാൻഡേർഡിൽ സാഹിലിനെ ഐസേ ബുരേ മനസ്സേ, സാഹിൽ വളരെ ഇഷ്ടമില്ലാത്ത മനസ്സോട് കൂടിയാണ് ബതായ പറഞ്ഞത്. ജൈസേ പാഞ്ച്വീമേം പഠന പാപഹോ, അത് ഇതുപോലെയായിരുന്നു 5ാം ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡില് പഠന പാപഹോ, പഠിക്കുന്നത് ഒരു പാപമാണ്, തെറ്റാണെന്നതുപോലെയായിരുന്നു. ധോനോ, ഉടനെ കടക്കാരൻ ചോദിച്ചു ദുകാൻ വാലേ ഭയ്യാനെ കഹ, ഉടനെ കടക്കാരൻ വീണ്ടും ചോദിച്ചു, ധോനോ നിങ്ങൾ രണ്ടുപേരും 5th തന്നെയാണോ പഠിക്കുന്നത്? ഹാം ധോനോ, और हम दोनों का सेक्शन भी एक ही है, ये बेला ने से खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. പക്ഷെ ഇത്തവണ നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആരായിരുന്നു? ബേലയായിരുന്നു. ബേലയുടെ ആൻസർ എങ്ങനെയാ? നേരത്തെ സാഹിൽ എങ്ങനെയാ പറഞ്ഞത്? ആ 5ാം ക്ലാസ്സിൽ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്നാൽ ഇവിടെ ബേലയുടെ മറുപടി എങ്ങനെയായിരുന്നു നോക്കൂ. ഹാം ദോനോ, യെസ് ഞങ്ങൾ രണ്ടുപേരും, और हम दोनों का सेक्शन भी एक ही है, ये അതെ ഞങ്ങൾ രണ്ടുപേരും 5th സ്റ്റാൻഡേർഡിലാണ്. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ്സും എന്ത് തന്നെയാണ്? ഒരേ സെക്ഷനാണ്, ഒരേ ഡിവിഷനാണ്, എ ഡിവിഷൻ എന്ന് അവൾ വളരെ സന്തോഷത്തോടുകൂടി എങ്ങനെയാ പറഞ്ഞത്? ബെലാനെ ഐസേ ഖുഷ് ഹോക്കർ, അവൾ വളരെ ഹാപ്പി ആയിട്ട്, ഖുഷ് എന്ന് പറഞ്ഞാല് ഹാപ്പിനെസ് ആണ് അല്ലേ, വളരെ സന്തോഷത്തോടുകൂടി ബതായ പറഞ്ഞു. ജൈസേ ഏ കോയി ബഹുത് ബഡി ബാത് ഹോ, അവളുടെ സംസാരത്തിൽ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മാത്രമല്ല തൻ്റെ കൂട്ടുകാരനായ സാഹില തൻ്റെ അതേ ഡിവിഷനിൽ പഠിക്കുന്നത് വളരെ സന്തോഷപൂർവ്വമാണ് ആര് പറഞ്ഞത്? ബേല കടക്കാരനോട് പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെ ആൻസറിന്റെ പ്രത്യേകത കണ്ടില്ലേ? കടക്കാരൻ സാഹിലിനോട് ചോദിച്ചു ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് ചോദിച്ചപ്പോൾ സാഹിൽ എന്താ പറഞ്ഞത്? 5ാം ക്ലാസ്സിൽ എന്ന്. ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണെന്നതുപോലെയാണ് സാഹിൽ പറഞ്ഞതെങ്കിൽ ബേല അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. യെസ് ഹാം ദോനോ, യെസ് ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. और हम दोनों का सेक्शन भी एक ही है, മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ് ഡിവിഷൻ ഒന്ന് തന്നെയാണ്.
എ ഡിവിഷൻ അല്ലേ? ഏതാണ് ഡിവിഷൻ? എ ആണ്. ബേലാനെ ഐസെ ഖുഷ് ഹോക്കർ, ബേല ഇത്രയും സന്തോഷത്തോടു കൂടിയാണ് ബതായ പറഞ്ഞത്, ജൈസെ കോയി ബഹുത് ബഡി ബാത് ഹോ, അവളുടെ സംസാരത്തിൽ ഇതേതോ വലിയ കാര്യം എന്നതുപോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എ ഡിവിഷനിൽ ഒരുമിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളത് ഒരു മഹത്തായ കാര്യം എന്നതുപോലെയാണ് ബേല ആരുടെ മുന്നിൽ അവതരിപ്പിച്ചത്? ആരുടെ മുന്നിലാണ്? യെസ്, ദുക്കാൻദാരുടെ മുന്നിൽ, കടക്കാരൻ്റെ മുന്നിൽ. ദ നെക്സ്റ്റ് പാരാ देखो, क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उड़ी सन 57 में वह तलवार पुरानी थी, पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी, पढ़ती थी. देखो, ക്ലാസ് में दोनों പാസ് പാസ് बैठते थे. നല്ല സൗഹൃദമാണ് ആര് തമ്മില്? ബെലയും സാഹിലും തമ്മിൽ അല്ലേ? ക്ലാസ്സില് ദോനോ, ഈ രണ്ടുപേരും ആരൊക്കെയാണ്? ബെല ആർ സാഹിൽ. ദോനോ പാസ് പാസ് बैठते थे, ഒരുമിച്ചായിരിക്കുന്നത്. ഒരു ബെഞ്ചിൽ ഒരേ സീറ്റില് രണ്ടുപേരും കൂടി വന്നിട്ട് തൊട്ടടുത്തടുത്തായിരിക്കുന്നത്. പാസ് പാസ് बैठते थे, രണ്ടുപേരും കൂടി വളരെ അടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേം കാം കർത്തേ തോ, ഇനി രണ്ടുപേരും കോപ്പി എഴുതുകയാണെങ്കിൽ കോപ്പി മേം കാം കർത്തേ തോ, കോപ്പി ചെയ്യുകയാണെങ്കിൽ ദോനോ കോപ്പി മേം കാം കർത്തേ. ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ നീ എന്താ ചെയ്യുന്ന ബേല? കോപ്പി എഴുതുകയാണോ? ഞാനും എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും എഴുതിക്കൊണ്ടിരിക്കും? സാഹിലും കോപ്പി എഴുതും. ഒരാൾ പഠിക്കുകയാണെങ്കിൽ മറ്റേ ആളും പഠിക്കാനെടുക്കും. ഒരാൾ കോപ്പി എഴുതുകയാണെങ്കിൽ അയാളും തന്നെ കോപ്പി എഴുതും. അത്ര സൗഹൃദമായിരുന്നു ആര് തമ്മില്? ബെലയും സാഹിലും. കോപ്പി മേം കാം കർത്തേ തോ, കോപ്പി ചെയ്യുകയാണ്, കോപ്പി എഴുതുകയാണെങ്കിൽ ദോനോ കോപ്പി മേം കാം കർത്തേ തേ, രണ്ടുപേരും കോപ്പി എഴുതിക്കൊണ്ടിരിക്കും. കിതാബ് പഠിത്തേ തോ, പുസ്തകം വായിക്കുകയാണെങ്കിലോ? കിതാബ് പഠിത്തേ തോ, പുസ്തകം വായിക്കുകയാണെങ്കിൽ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും പുസ്തകം വായിക്കും. ആ രണ്ടുപേരും? ബെല. ഒരാൾ പുസ്തകം, നീ എന്താ വായിക്കുന്നത്? പുസ്തകമാണോ? ഞാനും എടുക്കട്ടെ, ഏത് പുസ്തകം എന്ന് ചോദിച്ച് രണ്ടുപേരും ഒരുപോലെ പഠിക്കാൻ തുടങ്ങും. ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ, നമുക്കിടയിലും അങ്ങനെ സൗഹൃദമൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഇടയിലും നീ ഇംഗ്ലീഷാണ് പഠിക്കുന്ന, എന്നാൽ ഞാനും ഇംഗ്ലീഷ് പഠിക്കട്ടെ, നീ ഹിന്ദിയാണ് പഠിക്കുന്ന, ഞാനും ഹിന്ദി പഠിക്കട്ടെ എന്ന് പറയാറുണ്ട്. സ്വാഭാവികം. ഒരാൾ ടെക്സ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താ? ഒരാൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും ആരും പഠിക്കുന്നത്, മറ്റേയാളും പഠിക്കുന്നത്. ഒരാൾ കോപ്പി എഴുതുന്നത് ആണെങ്കിൽ അതേപോലെ കോപ്പി എഴുതിക്കൊണ്ടിരിക്കും. ഒരു പാഠഭാഗമാണെങ്കിൽ അതേ പാഠഭാഗം ആരും വായിച്ചുകൊണ്ടിരിക്കും, മറ്റാണ്. ഉദാഹരണത്തിന് പറയാണ്, സാഹിൽ ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी, पढ़ता तो സാഹിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी, എന്താ വായിക്കുന്നത്? 1957 ആ വാൾ പഴയതായിരുന്നു എന്ന് വെച്ചാൽ ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी എന്ന് ആര് വായിക്കുകയാണെങ്കിൽ? സാഹിൽ പഠിത്താത്തോ. സാഹിൽ വായിക്കുകയാണെങ്കിൽ ബേലാബി, ഉടനെ ബേലയും വായിക്കാൻ തുടങ്ങും. ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी. എന്താ ബേല വായിക്കുന്നത്? സാഹിൽ ഏതാണോ വായിച്ചത് അതേ സെന്റൻസ് ആരും വായിക്കുന്നു? ബേലയും വായിക്കുന്നു അല്ലെ? എന്താ നമ്മൾ പറഞ്ഞത്? ക്ലാസ്സിനെയും ദോനോ പാസ് പാസ് ബൈഠത്തേതാണ്. ക്ലാസ്സിൽ രണ്ടുപേരും വളരെ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേം കാം കർത്തേത്തോ എന്ന് പറഞ്ഞു അല്ലെ? കോപ്പിയിൽ ജോലി ചെയ്യുക, കോപ്പി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കോപ്പി എഴുതുകയാണെങ്കിൽ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? ദോനോ കോപ്പി മേം കാം കർത്തേത്, രണ്ടുപേരും എന്ത് ചെയ്യും? കോപ്പി എഴുതിക്കൊണ്ടിരിക്കും. കിതാബ് പഠിത്തേത്തോ, ഇനി പുസ്തകം വായിക്കാൻ കയറിക്കുകയാണെങ്കിലോ? ദോനവും കിതാബ് പഠിത്തേന്ന, രണ്ടുപേരും പുസ്തകം വായിക്കുക ചെയ്യുക. എന്നാൽ നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ ഒരാൾ അത് വായിക്കുന്ന ഞാനിത് വായിക്കട്ടെ എന്ന് വിചാരിക്കില്ല. ഏത് പാഠഭാഗമാണോ വായിക്കുന്നത്, ഏത് സെന്റൻസ് ആണോ വായിക്കുന്നത് അതേ സെന്റൻസ് തന്നെ ആര് വായിച്ചുകൊണ്ടിരിക്കും? സാഹിലും വായിച്ചുകൊണ്ടിരിക്കും. ബേല വായിക്കുകയാണെങ്കിൽ സാഹിൽ വായിക്കും, സാഹിൽ വായിക്കുകയാണെങ്കിൽ ബേലയും അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കും. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്, ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी എന്ന് സാഹിൽ വായിക്കുകയാണെങ്കിൽ ഉടനെ ബേലയും വായിക്കാൻ തുടങ്ങും. എന്താ? ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी എന്ന് അവളും വായിക്കുമായിരുന്നു. ഇത്രയും നല്ല ആത്മാർത്ഥമായ സൗഹൃദമായിരുന്നു ആർക്കിടയിൽ ഉണ്ടായിരുന്നത്? ബേലയ്ക്കും സാഹിലിനും ഇടയിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് देखो,
बेला कहती बहन जी पानी पीने चले जाओ. साहिल भी कहता बहन जी पानी पीने चला जाऊं. बेला कहती ഉടനെ ക്ലാസ്സിലാണെങ്കിൽ ബേല ചോദിക്കും ബേല ബഹൻജി പാനി പീനെ ചലേ ജാവും. നമ്മൾ ക്ലാസ്സിൽ സ്കൂളിൽ ഒരു കുട്ടി ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ഉടനെ അടുത്ത ആൾക്ക് ഉണ്ടാവും അല്ലേ, എവിടുന്നാന്ന് അറിയില്ല ഉടനെ വരും. മീൻസ് ഗോ ടു ബാത്റൂം എന്ന് പറഞ്ഞ ഉടനെ അല്ലേ, ഗോ ടു ലൂ എന്ന് പറയുമ്പോഴേക്ക് അടുത്ത ആൾ എന്ത് ചെയ്യും, മീൻസ് ന്യായ് എന്ന് അടുത്ത ആളും ചോദിക്കും. ഉണ്ടായിക്കൊള്ളൊന്നുമില്ല, ഉടനെ പോകും. വെള്ളം കുടിക്കാനാണെങ്കിലും ശരി, ബാത്റൂമിൽ പോകണമെങ്കിലും ശരി, ഒരാൾ പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ കാത്തിക്കണം അടുത്ത ആൾ. ഒരാൾക്ക് പെർമിഷൻ കിട്ടിയാൽ ഉടനെ നിങ്ങളുടെയൊക്കെ പണി തന്നെയല്ലേ, ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പെർമിഷൻ അടുത്ത ആൾക്കും കൂടി വേണം. അപ്പം മിസ്സിനാണെങ്കിലും ഒരാൾക്ക് കൊടുത്ത് രണ്ടാൾ ആ ശരി പോയിക്കോട്ടെ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ചങ്ങല പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ കുറേ ആളുകൾ. പക്ഷെ ഏറ്റവും അടുത്ത സൗഹൃദമുള്ളവരാണെങ്കിൽ ഒരാൾ പോവുകയാണെങ്കിൽ അടുത്ത ആൾ എന്തായാലും എന്ത് ചെയ്യും, പോയിട്ടുണ്ടായിരിക്കും. വെറുതെ ഒരു പോക്ക്, വെറുതെ കാര്യമില്ലെങ്കിൽ പോലും അങ്ങനെ പോകും. ഇതേപോലെയായിരുന്നു ആര്, ബേലയും സാഹിലും. ബേല ചോദിക്കും ബഹാൻജി പാനി പീനെ ചലി ജാവും, ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. സാഹിൽ ബി കേത്ത ഉടനെ സാഹിലും പറയും ബഹാൻജി പാനി പീനെ ചലാ ജാവും, ഞാനും പോയിക്കോട്ടെ വെള്ളം കുടിക്കാൻ എന്ന് ഉടനെ ആരും ചോദിക്കും, സാഹിലും. അപ്പൊ എവിടെയാണോ ഇവർ ഏത് വഴിക്കാണോ പോകുന്നത് അവിടെയൊക്കെ രണ്ടുപേരും കൂട്ടുകെട്ടായിട്ടാണ് പോവാറുള്ളത് എന്നർത്ഥം. The next पैरा देखो. नेक्स्ट पैरा, गणित के मार्च साहब सुरेंद्र जी का पीरियड घेलगंडी के बाद आता था. बच्चे उनसे कांपते थे और घेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. നമുക്ക് നിങ്ങളുടെ സ്കൂളിലാണ് നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാവും അല്ലേ. ഏറ്റവും ചിലർ സബ്ജക്റ്റ് നോക്കിയാണ് മിസ്സുമാരെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് സാറുമാരെയൊക്കെ ഇഷ്ടപ്പെടുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഇംഗ്ലീഷ് മിസ് വരുമ്പോഴേക്ക് വളരെ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ, ആ മിസ്സിനെ വളരെ നമുക്ക് ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മാത്സ്, ചില കുട്ടികൾക്കൊക്കെ മാത്സ് എന്ന് പറയുമ്പോൾ ഒരു കീറാമുട്ടി എന്ന് പറയും, തീരെ ഇഷ്ടമില്ലാന്ന്. പക്ഷെ മാത്സ് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുന്ന അധ്യാപകരാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ് ഏതെന്ന് പറയും മാത്സ്. ചില കുട്ടികളൊക്കെ മറ്റു സബ്ജക്റ്റിൽ എത്ര വീക്കാണെങ്കിലും മാത്സ് നല്ല ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ട്രിക്കിലൂടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന സബ്ജക്റ്റ് കൂടിയാണ് മാത്സ് എന്ന് പറയുന്നത്. പക്ഷെ പണ്ട് കാലത്തൊക്കെ നല്ല ടീച്ചേഴ്സും ഉണ്ടാവും, അതിനിടയ്ക്ക് ചിലപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒന്നും കയറില്ല, വീട്ടിൽ നിന്ന് പറഞ്ഞു തരാൻ ആളും ഇല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫുള്ള സബ്ജക്റ്റ് തന്നെയായിരിക്കും. മാത്സിൻ്റെ അധ്യാപകർക്ക് ഈ കുട്ടികളുടെ തലയിലേക്ക് അത് അങ്ങനെ അങ്ങോട്ട് കയറ്റിവിടേണ്ട പ്രയാസം കൊണ്ട് എപ്പോഴും അവരെങ്ങനെയായിരിക്കും കുറച്ചൊരു നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന അധ്യാപകരായിരിക്കും മിക്കപ്പോഴും. മാത്സിൻ്റെ അധ്യാപകർ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പേടിയാണ്. അതേപോലെ ഇവിടെ സാഹിലിൻ്റെയും ബെലയുടെയും സ്കൂളിലെ കണക്ക് സാറിനെ പറ്റിയാണ്, മാത്തമാറ്റിക്സിൻ്റെ സാറിനെ പറ്റിയാണ് നമ്മളിനി പറയാൻ വേണ്ടി തുടങ്ങുന്ന. ചെറിയ ബാരയിലേക്ക് അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഗണിത കെ മാർട്ട് സാർ, മാത്തമാറ്റിക്സിൻ്റെ സാറ് सुरेंद्र जी का पीरियड. मैथमेटिक्स സാറായ സുരേന്ദർ ജി, इसका नाम क्या है, मैथमेटिक्स സാറിന്റെ പേരെന്താണ്, സുരേന്ദർ ജി. സുരേന്ദർ ജി का पीरियड ഖേൽഗണ്ടി കെ ബാദ ആദാദ. പി ടി പീരീഡിന് തൊട്ടടുത്ത പീരീഡ്. പി ടി പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകത എന്താണ്, പി ടിയുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻജോയ്മെന്റ് ആയിട്ടുള്ള പീരീഡാണ് അല്ലേ. ഒരു പി ടി എന്ന് ചില കുട്ടികൾ പറയുന്നത് അയ്യോ മൺഡേ ഹോളിഡേ ആണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യോ മൺഡേ ഹോളിഡേ, അയ്യോ മിസ്സേ ഞങ്ങൾക്ക് പി ടി ഉണ്ടായിരുന്ന ദിവസമായി പോയല്ലോ എന്ന് പറയല്ലേ. കാരണം ബാക്കിയുള്ള ദിവസം ആ മൺഡേയിൽ ഹോളിഡേ ആണെങ്കിൽ ഫുൾ ടൈം അവർക്ക് വീട്ടിൽ തന്നെയാണ്. എന്നാലും അവർക്ക് സന്തോഷമില്ല. ഏതാണ് സന്തോഷം, സ്കൂളിൽ വന്നിട്ട് ഒരു പീരീഡ് കിട്ടുന്ന ആ പി ടി ആണ്. അപ്പം അത് ഹോളിഡേ ആണെന്ന് പറയുമ്പോൾ വലിയ പ്രയാസമായിട്ട് പോവുകയാണ്. അപ്പൊ ഗണിത കെ മാർട്ട് സാബ് സുരേന്ദർ ജി കാ പീരീഡ്, മാത്തമാറ്റിക്സിന്റെ സാറായ സുരേന്ദർ ജിയുടെ പീരീഡ് ഖേൽഗണ്ടി കെ ബാദ് ആതാദ. ഖേൽഗണ്ടി കെ ബാദ് പി ടി പീരീഡിന് ശേഷമാണ് വന്നത്. ഖേൽഗണ്ടി എന്താ, പി ടി പീരീഡാണ്. ഖേൽഗണ്ടി കെ ബാദ് ആതാദ പി ടി പീരീഡിന് ശേഷമായിരുന്നു. ബച്ചേ ഉൻസെ കാമ്പുത്തിരി, കുട്ടികൾ സുരേന്ദർ ജി എന്ന് കേട്ടാൽ അങ്ങനെ വിറയ്ക്കും. അയ്യോ സുരേന്ദ്ര സാറ് വരുന്നുണ്ട്, മാറിക്കളില്ലേ, കണക്ക് സാറ് വരുന്നുണ്ട്, മാറിക്കോ മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിയാണ്. ബച്ചൻസെ കാമ്പുത്തേതി, കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഇങ്ങനെ ഡർത്തേത്. കാമ്പിനെന്താ ആകെ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുകയാണല്ലേ.
उनसे कांपते थे और घेलगंडी बंद होने से 2 മിനിറ്റ് പഹലെ दी. അപ്പോൾ പി ടി സാധാരണ നമ്മൾ പി ടിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇടയ്ക്ക് പി ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലാണെങ്കിൽ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് നിങ്ങൾ ബെല്ലടിക്കുക. ഇടയ്ക്കുള്ള പീരീഡ് ആണെങ്കിൽ പിന്നെ പി ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പീരീഡ് മിസ്സ് വരുമ്പോഴേക്ക് കയ്യും കാലും ഒക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഇങ്ങനത്തെ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് മിസ്സിൻ്റെ ഒരു 10 മിനിറ്റ് പോയി കിട്ടിയിട്ടുണ്ടാവും. തീരെ സ്ട്രോങ് ഇല്ലാത്തൊരു മിസ്സാണെങ്കിലോ എന്താ ഒന്നും ചീത്തയൊന്നും പറയില്ല വെച്ചാൽ അവർ വന്നിട്ട് അവിടെ ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കുട്ടികൾ അങ്ങനെ പതുക്കെ വന്നിട്ട് 10 മിനിറ്റ് അത് കഴിഞ്ഞ് പോവും. നേരത്തെ ആണെങ്കിൽ പോവാനാണെങ്കിൽ അവർ നേരത്തെ പോവുകയും ചെയ്യും. അപ്പോൾ പി ടി പീരീഡിന് സാധാരണഗതിയിൽ പി ടി പീരീഡ് കഴിഞ്ഞാൽ കുറച്ച് പതുക്കെ ആടിയാണ് വരുന്നതെങ്കിൽ ഇവിടെ ആരുടെ പീരീഡാ പി ടി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ സാറായ സുരേന്ദ്രജിയുടെ പീരീഡാണ്. അതുകൊണ്ട് തന്നെ सुरेंद्र जी का पीरियड घेलगंडी के बाद आता था. सुरेंद्र जी का पीरियड പി ടി പീരീഡിന് ശേഷമായിരുന്നതുകൊണ്ട് ബच्चे उनसे कांपते थे. കുട്ടികൾ അയാളെ ഇങ്ങനെ പേടിച്ച് വിറക്കി വരുന്നല്ലോ, ഫിയറിംഗ് ആണ്. और घेलगंडी बंद होने से അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, സമയം നോക്കിക്കൊണ്ടിരിക്കും. വെല്ലടിക്കാറായി അടുത്ത വീടെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് ആട്ടോ, സുരേന്ദ്രജിയാണ്, അടി കൊടുക്കണ്ട, വേഗം പോവാം, സമയത്ത് പോയി. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ घेलगंडी बंद होने से പി ടി പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് പഹലെ 2 മിനിറ്റ് മുൻപേ 2 മിനിറ്റ് പഹലെ 2 മിനിറ്റ് മുൻപേ അപ്പനി അപ്പനി ജഗഹോങ്കറായി ബാറ്റ് ജാത്തെ. എല്ലാവരും വന്നിട്ട് ക്ലിയർ ആയിട്ട് അവരുടെ സീറ്റിൽ അങ്ങനെ ഇരിക്കാം. പക്ഷേ അപ്പം പി ടി സാറ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സുരേന്ദ്രജി വന്നാൽ ഇവരൊക്കെ വീട്ടിക്ക് പോയി വന്നതാണെന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല. ബെല്ല് അടിക്കുന്നതിന് മുന്നേ വന്നിട്ട് എല്ലാവരും അവരുടെ സീറ്റിൽ അങ്ങ് നേരെ ഇരുന്ന് മാത്തമാറ്റിക്സിൻ്റെ നോട്ടോ ടെക്സ്റ്റ് ബുക്കോ എന്തൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സോ എന്തൊക്കെയാണുള്ളത് അതൊക്കെ എടുത്ത് നിരത്തി വെച്ച് നല്ല കുട്ടികളായിട്ട് കാമൻ ക്വയറ്റായിട്ട് ഇരിക്കുന്ന കാണാം. ഒരെണ്ണം എങ്ങാനും അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടും? മാത്തമാറ്റിക്സിൻ്റെ സാറായ സുരേന്ദ്രജിയുടെ കയ്യിൽ നിന്ന് പണിഷ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ധൃതി പിടിച്ച് പി ടി പീരീഡിന് തുടങ്ങുന്നതിന് മുൻപേ പി ടി പീരീഡ് അവസാനിക്കുന്നതിന് മുൻപേ കൈമുഖമൊക്കെ കഴുകി ഓടി വന്നിട്ട് ക്ലാസ്സിൽ വളരെ കാമൻ ക്വയറ്റായിട്ട് ഇരിക്കുന്നത്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞത്. ഇതിനകത്ത് ഏതൊക്കെയാണ് പിന്നെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. നമ്മുടെ സാറിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞത്? ഗണിത കെ മാട്ട് സാബ് കാ നാം ക്യാ ഹെ? സുരേന്ദ്ര ജി അല്ലേ. വേ ദോനോ ബच्चे കിസ് കക്ഷാ में പഠിത്തേ थे? 2 കുട്ടികളും ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? 5वीं में അല്ലേ, 5ാം ക്ലാസ്സിൽ. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസറുകൾ കണ്ടെത്തുക. ഇതിനൊക്കെ ധന്യവാദം.